ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വെക്കേഷൻ ടൈം ആണ്, എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. സോ നമ്മളിത് ആ ചാപ്റ്റേഴ്സിലേക്കൊക്കെ മെല്ലെ കടക്കാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സോ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ മെഷർമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കൂടുതൽ പേർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്കും അതേപോലെ മീറ്ററിന് സെന്റിമീറ്ററിലേക്കും ഇങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലംസ് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലേ? സോ അതിലെ കുറച്ച് പ്രോബ്ലംസുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നോക്കിക്കോളൂ മക്കളെ. ഇവിടെ നിങ്ങൾക്ക് ഒരു പെൻസിൽ തന്നിട്ടുണ്ട്. ഈ പെൻസില് എത്രയാണ് ഇതിന്റെ അളവ് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ മക്കളെ, നിങ്ങൾക്കൊക്കെ കാണാം ഇവിടെ വരെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ 7 സെന്റിമീറ്റർ എന്ന് പറയും, അല്ലെ? ഇവിടെ വരെ എഴുതുന്നതിന് നമ്മൾ പറയുന്നതാണ് നമ്മുടെ 7 സെന്റിമീറ്റർ. അത് കൂടാതെ ഇത് നോക്കിക്കേ, ഇതിന്റെ അറ്റത്തല്ലേ ഇത് വന്ന് നിൽക്കുന്നത്. അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതാ ഇവിടെ 3-ന്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്, അല്ലെ? സോ ഇതിന് നമുക്ക് 3 മില്ലിമീറ്റർ എന്നും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ പണ്ടത്തെ ക്ലാസ്സിലേക്കൊക്കെ ആണെങ്കിൽ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ 7 സെന്റിമീറ്റർ എന്ന് തന്നെ നേരെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. പക്ഷെ ഇനി അങ്ങനെ നടക്കില്ല, അല്ലെ? സോ 7 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും എന്ന് നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഇതിനെ മൊത്തമായിട്ട് സെന്റിമീറ്ററിലേക്ക് എഴുതാനായിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ? സോ ഇതിനെ എങ്ങനെയാണ് മാറ്റുക എന്ന് പഠിപ്പിച്ചു തരാനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മറ്റൊന്നും അല്ല മക്കളെ, നമ്മൾ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കിക്കേ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളതാണ് നമ്മുടെ 1 സെന്റിമീറ്റർ. അതിന്റെ ഇടയിൽ 10 കുട്ടി വരകളാണുള്ളത്, 10 ചെറിയ ചെറിയ വരകളാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ, അല്ലെ? ഈ 10 മില്ലിമീറ്റർ അടങ്ങിയതാണ് നമ്മുടെ 1 സെന്റിമീറ്റർ എന്ന് നമ്മൾ പറയുന്നു. ഇനി തിരിച്ച് 1 മില്ലിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, വേറെ ഒന്നും ചെയ്യേണ്ട, 1/10 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത്രയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 കൊണ്ട് നമ്മൾ ഹരിക്കുക, അഥവാ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് തരുന്നുണ്ട്. 8 മില്ലിമീറ്റർ അഥവാ 8 മില്ലിമീറ്റർ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെന്റിമീറ്റർ ആക്കി മാറ്റാം? 8/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.8 സെന്റിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. സെറ്റ് അല്ലേ? 7 മില്ലിമീറ്റർ, ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. 7/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.7 സെന്റിമീറ്റർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. 9 മില്ലിമീറ്റർ ആണെങ്കിലോ നമുക്കിതിനെ 9/10 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.9 സെന്റിമീറ്റർ, 0.9 സെന്റിമീറ്റർ എന്ന് നമുക്കിതിനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇനി 3 മില്ലിമീറ്റർ ആണെങ്കിലോ, 3 മില്ലിമീറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ 3/10 എന്ന് നമ്മൾ എഴുതില്ലേ. 3/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.3 അഥവാ 3/10 സെന്റിമീറ്റർ എന്നതിനെ മാറ്റി എഴുതാം. ഇനി 7 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മാറ്റി എഴുതാനായിട്ട് പോകുന്നത്? 7 സെന്റിമീറ്റർ അതേപോലെയും ഈ 3 മില്ലിമീറ്ററിനെ 3/10 സെന്റിമീറ്റർ എന്ന് മാറ്റി എഴുതാലോ. സോ 7 × 3/10 സെന്റിമീറ്റർ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുക? ദശാംശ രൂപത്തിൽ. മക്കളെ, നമുക്കറിയാം 3/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ആണ്. സോ 7 0.3 കൂടെ വരുമ്പോൾ 7.3 സെന്റിമീറ്റർ അഥവാ 7.3 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ചോദ്യം. 7 × 3/10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 7.3 സെന്റിമീറ്റർ എന്ന് നമുക്കിതിനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കിക്കേ, 2 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും, 2 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ് ചോദിച്ചത്, അല്ലേ? സോ 2 × 3/10 സെന്റിമീറ്റർ എന്നതിനെ മാറ്റി എഴുതാം. ഇനി ഡെസിമൽ ആക്കുകയാണെങ്കിലോ 2.3 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും, അല്ലേ? ഈസി അല്ലേ? ഈസി പീസിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചോദ്യം, ഇതിന്റെ ആൻസർ എത്രയാണ് വരിക എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് താഴെ കമന്റ് ചെയ്യുക. ആരും മറന്നു പോകരുത്, എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് ലൈവിൽ നമുക്ക് ഇനിയും കാണാൻ സാധിക്കുന്നതാണ്. സോ അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഓഫറുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്, അല്ലേ? നമ്മുടെ സൈലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷു ഓഫർ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കഴിഞ്ഞിട്ടില്ല. സോ വിഷു ഓഫറും ഇപ്പോഴും റൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മേലെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സെറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബേസിക് ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. സോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആദ്യം മുതലേ കിട്ടണം. ചാപ്റ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് മുതലേ പഠിക്കണം. USS ഒക്കെ എയിം ചെയ്യുന്നവരാണ്, അതേപോലെ കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും വേഗം തന്നെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റാ ബൈ.